ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്തിൻ്റെ അൺബോക്സിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു വയർലെസ് മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൻ്റെ മൈക്കിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാനതൊന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു വയർഡ് മൈക്ക് മേടിക്കുന്നത് മോട്ടോ വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അതേ സംഭവം തന്നെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതേപോലെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തായിരുന്നു. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പിന്നീട് ഫോണിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നോയ്സ് വരും അതിൽ. അപ്പോൾ അത് നോർമലി എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും അത്രയ്ക്ക് വിസിബിൾ അല്ലായിരുന്നു ആക്ച്വലി. പക്ഷെ പിന്നീട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് വീഡിയോ ഒരു തവണ കണ്ടു നോക്കിയപ്പോഴത്തേക്കാണ് എനിക്കതിൻ്റെ ഇറിറ്റേഷൻ മനസ്സിലായത്. സോ അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല മൈക്ക് സെറ്റപ്പ് സെറ്റ് ചെയ്യണം, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് വഴി മൈക്ക് ഒരെണ്ണം നന്നായിട്ട് സെറ്റ് ചെയ്യണം, കാര്യം ബിക്കോസ് വോയിസ് കുറച്ച് സീനാവുന്നു. അതേപോലെ നമ്മൾ ഔട്ട്ഡോറൊക്കെ വെച്ചിട്ട് വണ്ടിയുടെ റിവ്യൂ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഓഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാത്തത് കൊണ്ടും സെറ്റപ്പ് കുറച്ച് മോശമായത് കൊണ്ടും എനിക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാനാണ് വീഡിയോ എടുക്കുന്നതും പ്ലേസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തതാണ് നല്ലൊരു വയർലെസ് മൈക്ക് മേടിക്കണം എന്നുള്ളത്. ഇനി ഞാനിപ്പോൾ പുറത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, പ്ലസ് വേറെ മൈക്കും കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അറ്റാച്ച് ചെയ്യും. മൈക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നോയിസ് ക്യാൻസലേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തതിന് ശേഷം ഓഡിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇത് ഓൾറെഡി ഇതിന് അൺബോക്സിങ് കഴിഞ്ഞു. ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം ആക്ച്വലി. അതേ ബോക്സ് അതേപോലെ എടുത്ത് സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് ആദ്യമേ പറയാം. ഇതാണ് നമ്മുടെ പെട്ടി. നമ്മുടെ ബ്രാൻഡ് വരുന്ന ഹോളി ലാൻഡ് ലാക്ക് M2 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ മേടിച്ചത്. ഇതിൻ്റെ കോംബോ പാക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ പ്രൈസ് 16,000 ആണ്. 15,999 16K ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് C ടൈപ്പ് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലൈറ്റ്നിങ് അഡാപ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ ക്യാമറ അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ 3 അഡാപ്റ്റർ പ്ലസ് ഇതിൻ്റെ നമ്മുടെ ക്യാരിയിങ് കേസും കാര്യങ്ങളും എല്ലാം, പിന്നെ 2 മൈക്രോഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് ഇതുപോലെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയ ഒരു കോംബോ പാക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന iPhone 13 ആണ്. അപ്പോൾ അതിൽ ലൈറ്റ്നിങ് ബോൾട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അഡാപ്റ്ററും എനിക്ക് വേണം. പിന്നെ ഞാൻ ചിലപ്പോൾ ആൻഡ്രോയിഡിലോട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ മോഡൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ മോഡൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ C ടൈപ്പ് അഡാപ്റ്റർ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് സിയും കൂടെ ഉള്ളത് തന്നെ നോക്കി കോംബോ പാക്ക് തന്നെ എടുത്തത്. പിന്നെ നമുക്ക് ക്യാമറയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ അഡാപ്റ്ററും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിൽ. സോ അതുകൊണ്ടാണ് ഈ പാക്ക് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഇതിലോട്ട് പോവാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ എന്തൊക്കെയുണ്ട് പാക്കേജിങ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വെൽക്കം കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ മൈക്ക് വെച്ചതിന് ശേഷം നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കുക. അതായത് ഈ ഹോളി ലാൻഡിൻ്റെ ഇതൊന്നും വരാതെ, എന്താ പറയുന്നത്, ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരാതെ നമുക്ക് ഇമോജീസ് വെച്ചിട്ട് ജസ്റ്റ് ഷർട്ടിൻ്റെയോ ടീഷർട്ടിൻ്റെയോ സൈഡിലൊരു ഇമോജി വെക്കുന്ന പോലെ മൈക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ യൂസർ മാനുവലാണ്, പ്ലസ് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ സൈഡിലോട്ട് വെക്കുകയാണ്. ഇനി ബോക്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. സോ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചാർജിങ് കേസാണ്. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് 3 ഐറ്റംസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ 2 മൈക്രോഫോൺസ് ആണ്. 2 മൈക്രോഫോൺസ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നമുക്ക് ഷർട്ടിലും ടീഷർട്ടിലൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം.
പിന്നെ ഉള്ളത് നമുക്കൊരു ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്ത് ചാർജിങ് കേസിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഇനി വരുന്നത് നമ്മുടെ കണക്ടേഴ്സാണ്, ഫോണിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. നമ്മുടെ ലൈറ്റ്നിങ് കണക്ടറാണ്. അപ്പോൾ ഇത് നമ്മുടെ 13-ൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 13 അപ്പോൾ 13-ൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്കങ്ങനെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പ്രോപ്പറായിട്ട് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഫോണിൻ്റെ കേസ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് പ്രോപ്പറായിട്ട് അറ്റാച്ച് ആവുന്നുണ്ടായിരുന്നില്ല, അകത്തോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കേസ് ഊരിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ സി ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്, അഡാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം നമ്മൾ മാറ്റുമ്പോൾ, ഫ്രണ്ടിലിരിക്കുന്ന സാധനം മാറ്റുമ്പോൾ അകത്തായിട്ട് ആണ് ബാക്കി ഐറ്റംസ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ ചാർജിങ് കേബിൾ ഉണ്ട്. ചാർജിങ് കേബിളിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും ലെങ്ത്ത് വരും. കണ്ടോ, ഭയങ്കര ലെങ്ത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ലെങ്ത്ത് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സി ടൈപ്പാണ് ചാർജിങ് കേബിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പൗച്ചിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് കമ്പാരിസൺ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കമ്പാരിസൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് DJI ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. ബട്ട് നമ്മളതിൻ്റെ ബഡ്ജറ്റും കൂടെ നോക്കുക. സോ അപ്പോഴത്തേക്ക് ഒരുവിധം ബെറ്റർ ആയിട്ടുള്ള ഒരു കേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഐറ്റംസ്, അപ്പോൾ ഇത് നമുക്ക് മാല പോലെ എടുത്തിട്ടതിന് ശേഷം അതിനകത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റർ മൈക്രോഫോൺ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെ അറ്റാച്ച് കണക്ഷൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ, ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഈസി ആയിട്ട് മൈക്ക് വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇതേപോലെ തന്നെ നോർമലി നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, നോർമലി നമ്മൾ മൈക്ക് അറ്റാച്ച് ചെയ്യുമല്ലോ, ടീഷർട്ടിലും ഷർട്ടിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കില്ലേ, ഇതേപോലെ ക്ലിപ്പ് ഓൺസ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ മാഗ്നറ്റിക് ആണ് മൗണ്ട് വരുന്നത്. സോ നേരെ മൈക്രോഫോൺ എടുക്കുക, ഇതേപോലെ അറ്റാച്ച് ചെയ്യുക, കഴിഞ്ഞു. കണ്ടോ, ഇതേപോലെ വെക്കാം. ബട്ട് ഇതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടീഷർട്ടിൽ ബട്ടൺ ടൈപ്പ് അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും ഇങ്ങനെ ബാക്കിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് മൈക്രോഫോൺ വെക്കുക, വെച്ചിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബട്ടൺസിൻ്റെ സൈസേ ഉണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഫോണിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ കിട്ടിയേക്കുന്ന ഐറ്റം. ബിക്കോസ് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഇത് കൂടാതെ എക്സ്ട്രാ ഉള്ളത് രണ്ടെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫോണിൻ്റെ മുകളിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നല്ല വിൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നോയ്സി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഷർട്ടിൻ്റെ ടീഷർട്ടിൻ്റെ ഒക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സൈസ് ഫീൽ ചെയ്യും. പ്ലസ് അത് എത്രത്തോളം എന്താ പറയുക അട്രാക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനിലല്ല. ഭയങ്കര വലിയ സൈസ് ആയതുകൊണ്ടും എവിഡൻ്റായിട്ട് തിരിച്ചറിയും ഈ ഒരു നമ്മുടെ ഐറ്റം. സോ അതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോയ്സ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ട് നോർമൽ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാനായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഹോളി ലാൻഡ് ലാർക്ക് M2-ൽ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലംസ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. iPhone 13 പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ. ബട്ട് എൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും കീ ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ള ഏകദേശം നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോൾ ഒരു ഓഡിയോ ഡിഫറൻസ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം.
ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമറ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓഡിയോ ഇപ്പോൾ എനിക്കൊന്നും ഇവിടെ അത്രയ്ക്ക് ഇപ്പോൾ ബഹളം ഇല്ലാതായിപ്പോയി. നേരത്തെ കാക്കയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ള ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ വലുതായിട്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നുമില്ല. സിമ്പിളായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ടൈപ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഫോണിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, കയ്യിലൊരു ഐഫോണേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് നിങ്ങൾ ഷോർട്സ് അല്ലെങ്കിൽ റീല് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ എങ്ങനെയുണ്ട് ഗൈസ് ഓഡിയോ ക്വാളിറ്റി? ഞാനിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇതിൽ ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അത് ഇവിടെ ആയിട്ടൊരു യെല്ലോ ബട്ടൺ ഉണ്ട്. നമ്മളത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇത് പവർ ഓൺ ആവുന്നത്. അതിനുശേഷം അതിൽ കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ഗ്രീൻ ആവുന്ന സമയത്താണ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബ്ലൂ ആയി, ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. അപ്പോൾ കുറച്ചുകൂടെ അത്രയ്ക്ക് എനിക്കൊന്ന് ക്ലാരിറ്റിയും കാര്യങ്ങളും കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ കാക്ക കരയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മുകളിൽ ഇനി ഇതാ അഗെയിൻ ഒരു തവണ ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി ഈ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒരു ഫാക്ടറാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അത് കൂടാതെ എനിക്ക് പറയാനുള്ള അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിക്ക് ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം 300 മീറ്റർ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് ഈ കോംബോ പാക്കിൽ പിന്നെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അതായത് ലൈറ്റ്നിങ് കണക്ടറും അതേപോലെ തന്നെ സിയും അതേപോലെ തന്നെ നമുക്ക് ക്യാമറയിൽ ചെയ്യാനായിട്ട് ക്യാമറ അഡാപ്റ്ററും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ ബ്രാൻഡ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ഐഫോണൊക്കെ ഉള്ള ആൾക്കാർ, കുറച്ച് പഴയ മോഡൽ ഐഫോണൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ്നിങ് ബോൾട്ടിൻ്റെ സംഭവം അറ്റാച്ച്മെൻറ്റ് മേടിക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 4000-5000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. കൂടാതെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. നമുക്ക് 300 മീറ്റർ റേഞ്ചിൽ ഇത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത്, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നന്നായിട്ട് അറിയാമെന്നുള്ള ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ വെച്ചതിന് ശേഷം ഇപ്പോൾ മൈക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അലറി വിളിച്ച് സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ അത്യാവശ്യം ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തൊണ്ട പോവും, ആ രീതിയിൽ വരും. അപ്പോൾ ഈ ഇങ്ങനൊരു മൈക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ ചെയ്യാനും പറ്റും. ഓഡിയോ ക്വാളിറ്റി നന്നായിട്ട് ബെറ്റർ ആക്കാനും പറ്റും. പിന്നെ വോയിസ് ഓവേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ബിക്കോസ് ഈ ഒരു ഡിഫറൻസ് നേരത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതും ഓഡിയോ ക്ലാരിറ്റി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു. ഒരുവിധപ്പെട്ട കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ ഒരു സംഭവം തന്നെയാണ് മേടിച്ചത്. ഇനി ഇതിൻ്റെ സിമിലർ റേഞ്ചിൽ വരുന്നത് നമ്മളിപ്പോൾ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DJIയുടെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും മെയിനായിട്ട് ഇപ്പോൾ ക്യാമറ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡിലോട്ട് പോകാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ ഈ 16,000 രൂപയുടെ ഒരു കോംബോ പാക്കേജിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സി അറ്റാച്ച്മെൻറ്റും അതേപോലെ നിങ്ങൾക്ക് ഇത് സി അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് മാത്രമുള്ള ഒരു പാക്ക് ഉണ്ട് ഫോണിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മൈക്രോഫോണും അതും വെച്ച് മാത്രം വരുന്ന പാക്കിന് എനിക്ക് തോന്നുന്നു 5,000 രൂപ അടുപ്പിച്ചൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഇത് മാത്രമായിട്ട് ഐഫോണിൻ്റെ iOS-ന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലൈറ്റ്നിങ് ബോൾട്ട് വെച്ചിട്ട് മാത്രമുള്ള കോംബോയിൽ നിങ്ങൾക്ക് കിട്ടും. അതും ഇതിനെക്കാട്ടിലും പൈസ കുറവാണ്. ഇത് 3 അറ്റാച്ച്മെൻറ്റും കൊണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു 16K അടുപ്പിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫേഴ്സ് ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ DJIയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് DJI മൈക്ക് മിനിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ്നിങ് ബോൾട്ടിൻ്റെ അറ്റാച്ച്മെൻറ്റ് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ അതിന് എക്സ്ട്രാ ഒരു എമൗണ്ടും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെക്കാട്ടിലും ഒരു 1,000-2,000 രൂപ എക്സ്ട്രാ വരും.
പിന്നെ ഓഡിയോ ക്വാളിറ്റി ഞാൻ പല വീഡിയോസും കാര്യങ്ങളും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് ഫൈനൽ ഡിസിഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിട്ടും, അതായത് കമ്പാരിറ്റീവ്ലി അതർ ബ്രാൻഡ്സിനെക്കാട്ടിലും കുറച്ച് പ്രൈസ് കുറവാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, സോ പ്രൈസ് കുറച്ച് കുറവായതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിയും കുറച്ച് കുറവായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡിനുണ്ടാവും. പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് മാറുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി നോക്കിയ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നതെന്ന്. സോ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയർലെസ് മൈക്ക് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിപ്പോൾ നമ്മൾ അൺബോക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ വരും ഒരു ഏകദേശം ഒരു 5-6 മാസം കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റിൽ ഞാൻ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുകയാണ്. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ നെഗറ്റീവൊക്കെ പറഞ്ഞാണ്, ചാർജിങ് ടൈം കൂടും, ചാർജ് യൂസ് ചെയ്യുന്ന ടൈം കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. 4.5 മണിക്കൂർ കറക്റ്റായിട്ട് എനിക്ക് ഫുൾ വോളിയത്തിൽ പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 4 മണിക്കൂറാണ് ചാർജിങ് ടൈമും വരുന്നത്. സോ ആ ഒപ്പീനിയൻ ഇതുവരെ മാറിയിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 1 ഇയർ ആവുന്ന ടൈമിൽ നമുക്കൊന്നും കൂടെ ഒരു വീഡിയോ ഇടാം ഇതിൻ്റെ 1200Fൻ്റെ. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റിനെ വിമർശിക്കുന്നതിന് മുമ്പ് അത് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ അൺബോക്സിങ് സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആഴ്ച 2 വീഡിയോ ഉണ്ട് കേട്ടോ നമുക്ക്. ഇപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ വീഡിയോ. മൈക്കിൻ്റെ കുറച്ച് സീൻ ആയതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് ഈ ആഴ്ച 2 വീഡിയോ വരും. ബൈക്കിൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുക. ഫ്രൈഡേ എന്തായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഫ്രൈഡേ ഓർ സാറ്റർഡേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ബൈ.